കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ് കടന്നുപോയത്. കാരണം നമ്മൾ പരിചയപ്പെടുന്ന പല പ്രോഡക്റ്റുകളും പല സുഹൃത്തുക്കളും വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരും. 9746029915 എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന രൂപത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ അവർ വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങളെ പറ്റിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ധൈര്യപ്പെട്ട് വന്നോളൂ. നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ മാത്രമേ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയുള്ളൂ. ചെയ്യാത്ത പ്രോഡക്റ്റുകളാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത്. കാരണം അത് നമുക്ക് ഇഷ്ടമല്ല, അത് വില കൂടുതലാണ്, ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുകയുമില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മാർട്ട് ടി വിയോ അങ്ങനെ എന്തെങ്കിലും ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് വാങ്ങിച്ചോട്ടോ. നമ്മൾ എവിടെ കിട്ടുമെന്നുള്ള കാര്യങ്ങളും വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്തായാലും നിങ്ങൾ ഗൈഡ് ചെയ്യാം. ഇന്നും അതിൻ്റെ ഭാഗമായിട്ടൊരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. വിവോ V19. കുറച്ച് നാളായി ഇറങ്ങി. ലോക്ക്ഡൗൺ കാരണം അവർ അയച്ചു തരാൻ വേണ്ടി താമസിച്ചു. കഴിഞ്ഞ ദിവസം വന്നു, ഞാൻ ഉപയോഗിച്ചു. ഞാൻ എപ്പോഴും ഇതുകൊണ്ട് നടന്നില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതെങ്ങനെയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ഡിസൈൻ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. മൈ നെയിം ഈസ് ibadurahman. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നമ്മൾ എന്തായാലും ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിവോ V19 എന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പ്രധാനമായിട്ടും വിവോ ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് ക്യാമറയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അതിൻ്റെ പരസ്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാമറയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് അവസാനം വരെ നിങ്ങളൊന്ന് കാണണം. കണ്ടതിന് ശേഷം ഒന്ന് വിലയ്ക്കുണ്ടോ, നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. എങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ. 8GB 256GB എൻ്റെ കയ്യിലുള്ളത്. വളരെ എന്താ പറയുക, വളരെ ഡിസൈനിലാണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വിവോ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡിസൈനൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലാക്ക് ആണോ, ഒരു ബ്ലാക്ക് കളറാണ്, ഓൾമോസ്റ്റ് ബ്ലാക്ക് എന്ന് നമുക്ക് പറയാം, കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു ഗ്ലാസ് ഡിസൈനാണ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു ഗ്ലാസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ പതിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഒരു പ്ലാസ്റ്റിക് കേസ് ഇട്ടിട്ടായിരിക്കണം ഇങ്ങനത്തെ ഫോണുകളെല്ലാം ഇറക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സുഹൃത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇതെല്ലാം ഒരു ഫാക്ടറിയിൽ നിന്നാണ് വന്നത്. വിവോ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോ ആണെങ്കിലും OnePlus എല്ലാം ഒറ്റ ഫാക്ടറിയിൽ നിന്നാണ്. പല പല പ്രോഡക്റ്റുകൾ അവർ ഇറക്കുന്നു. മാർക്കറ്റ് പിടിക്കാനുള്ള തന്ത്രങ്ങളാണ്. നമ്മൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഡിസൈനിലൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഹാപ്പിയാണ്. കുറച്ച് വെയിറ്റ് കൂടുതലാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം ബാറ്ററി കുറച്ച് വലുതാണ്. ബാറ്ററിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഡ്യുവൽ ഐ ഡിസ്പ്ലേ ആട്ടോ ഇതിൽ വരുന്നത്. 6.44 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ്. സൂപ്പർ AMOLED ഫുൾ HD സ്ക്രീനാണ് ഇതിൽ വരുന്നത്. നമ്മളിപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും വീഡിയോ കാണുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പെർഫെക്ഷൻ ഉണ്ട്. കോൺട്രാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും സാച്ചുറേഷൻ ആണെന്നുണ്ടെങ്കിലും വലുതായിട്ടൊന്നും കാണിക്കാതെ യഥാർത്ഥ കളർ തന്നെയാണ് സ്ക്രീനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. E3 LED എന്ന ഒരു ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിസ്പ്ലേക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് വിവോ കൊടുത്തിരിക്കുന്നത്. വിവോ V19 ഡിസ്പ്ലേയിൽ പൂർണ്ണമായിട്ടും ഒരു തൃപ്തി നമുക്ക് കാണാൻ സാധിക്കും. അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡും അറ്റ് എ ടൈം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ 5G സപ്പോർട്ട് ഇല്ല എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പോരായ്മയാണ്. കാരണം ഇനി ഇറങ്ങുന്ന സ്മാർട്ട് ഫോണെല്ലാം 5G സപ്പോർട്ടോടു കൂടിയാണ് കമ്പനികൾ ഇറക്കുന്നതെങ്കിൽ നമ്മളുടെ എന്താ പറയുക, കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ബെനിഫിറ്റ് ആവും. കാരണം ഇനിയിപ്പോൾ എല്ലാ മാർക്കറ്റിലേക്കും വരുന്ന ഫോണുകളിൽ 5G സപ്പോർട്ടാണ്. പക്ഷേ ഇവരുടെ ഹൈ എൻഡ് വേർഷനുകളിൽ ചിലപ്പോൾ 5G സപ്പോർട്ടോടുകൂടി ഇറക്കാനായിക്കോട്ടെ ഇവരുടെ പദ്ധതി. ഇതിന് അടുത്തത് ഞാനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇതിൻ്റെ ചാർജിങ്ങിനെ കുറിച്ചാട്ടോ. അതായത് 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമ്മുടെ കയ്യിലുള്ളത്. 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതെടുത്ത് പറയേണ്ട ഒരു ബെനിഫിറ്റാണ്. കാരണം വളരെ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് കൊണ്ട് മൊബൈൽ ഫോൺ പെട്ടെന്ന് ചാർജായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇന്നലെ ഇത് ഫുള്ള് ചാർജിലിട്ടാണ് ഇരുന്നത്. പക്ഷേ ഇന്നും ഇതുവരെ അതിൻ്റെ അകത്തൊരു ബാറ്ററി അങ്ങനെ വലിയ കൺസ്യൂം ചെയ്തിട്ടില്ല. സിം ഉപയോഗിച്ചിട്ടില്ല. ഇൻ്റർനെറ്റ് ഓൺ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു 86% ഇനിയും ബാറ്ററി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. വിവോ V19 കുറച്ച് വെയിറ്റ് കൂടുതലാണ്. 4500 mAh വലിയൊരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് 2.0 അഡാപ്റ്റർ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഫോൺ ചാർജ് ആകുന്നുണ്ട് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിവോ V19 ഒരു ക്യാമറ പെർഫെക്റ്റോട് കൂടി ഇറക്കിയിരിക്കുന്ന ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ നൈറ്റ് സെൽഫി, ഓറ സ്ക്രീൻ ലൈറ്റ്, സൂപ്പർ വൈഡ് ആംഗിൾ. ഈ ഓറ സ്ക്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു 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 ഓവൽ പോലത്തെ ഒരു ഷേപ്പ് അതിൻ്റെ അകത്ത് വരികയും നൈറ്റ് മോഡിലൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുമെന്ന് തന്നെയാണ് വിവോ അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ
ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഫോട്ടോ കൊള്ളാവുന്നൊരു ഫോട്ടോസ് തന്നെയാണ്. വാവ് ഫാക്ടർ നമുക്കൊരിക്കലും അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി നമുക്ക് ക്യാമറകളെ കുറിച്ച് നോക്കാം. കോഡ് ക്യാമറകളാണ് ഇതിനകത്തുള്ളത്. 48 MB HD ക്യാമറ, അതേപോലെ തന്നെ 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 MB മാക്രോ ഫോട്ടോസ് എടുക്കാനുള്ള ക്യാമറ, 2 MB ബൊക്കേജ് ക്യാമറ. അങ്ങനെ 4 ക്യാമറകളാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ UI ഇൻ്റർഫേസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ക്യാമറയൊക്കെ വളരെ വളരെ ക്യൂട്ടായിട്ട് തന്നെയാണ് വിവോ V90 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. ഇവിടെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലെൻസ് എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ വൈഡ് ആംഗിൾ ക്യാമറ, ബൊക്കേജ് ക്യാമറ, മാക്രോ ക്യാമറ ഏത് മോഡിലേക്കാണ് നമുക്ക് വേണ്ടത് നോക്കിയാൽ അത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പോർട്രേറ്റ് ഫോട്ടോസൊക്കെ ഞാൻ 1-2 എടുത്ത് നോക്കി, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നിയത് ചില ഗ്രീനിഷ് ആയിട്ടുള്ള ചില പടങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് സാച്ചുറേഷൻ കുറഞ്ഞു പോയോ എന്നുള്ളതാണ് എനിക്ക് സംശയം. കാരണം നമ്മൾ ഓപ്പോയുടെ ചില വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴും കുറച്ച് സാച്ചുറേഷൻസ് കൂടുതലാണ്. പക്ഷേ വിവോയിലേക്ക് വരുമ്പോൾ ചില സമയത്ത് കുറച്ച് സാച്ചുറേഷൻസ് കുറവാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ കൂടെ ലൈറ്റ് മോഡിലൊക്കെ എടുക്കുന്ന ഫോട്ടോസിനൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം അതിൽ ചിലപ്പോൾ ഒരു ബൊക്കേജിലൊക്കെയാണ് നമ്മൾ ഒരു വൈഡിലൊക്കെ നിന്ന് എടുക്കുന്ന ഫോട്ടോസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം വിവോ V90 ഒരു പക്ഷേ ഫോട്ടോസിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇറക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് 1-2 ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. instagram.com/ibadurahman tech എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോയിലേക്ക് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീഡിയോ മോഡിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്ന് മാത്രമല്ല നല്ലപോലെ പെർഫോം ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ ഞാൻ സ്റ്റെബിലൈസേഷൻ വെച്ച് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു അപ്പൂസിൻ്റെ ഒരു വീഡിയോ എടുക്കാം കേട്ടോ. എങ്ങനെയാണ് അപ്പൂസിൻ്റെ വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. കളർ കുറച്ചുകൂടെ എന്തൊക്കെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താ തോന്നണേ, സ്കിൻ കളേഴ്സൊക്കെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്ഡേറ്റോട് കൂടി നമുക്കത് പക്ഷേ ശരിയാവുന്നതാണെന്ന് തോന്നുന്നത്. വീഡിയോ കണ്ടല്ലേ, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് മനസ്സിലായില്ലേ. സ്റ്റെബിലൈസേഷൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് പറയാൻ ഇരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ദെൻ വീഡിയോ മോഡിൻ്റെ നമുക്കൊന്ന് റെസൊല്യൂഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. 4K നമുക്ക് ഷൂട്ട് ചെയ്യാം, 1080p നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഒരിക്കലും 4K ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ HD മോഡ് നല്ലതുപോലെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകത തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾ എന്തായാലും വീഡിയോ മോഡിനെ കുറിച്ചും വീഡിയോ കാണുകയും ചെയ്തു. എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ 1x-ലേക്കും 2x-ലേക്കും സൂം ചെയ്തെടുത്ത ഫോട്ടോസാണ് കാണുന്നത്. ഞാൻ ഹാപ്പിയാണ് അതിനകത്ത്. കാരണം ഭയങ്കര വാവ് ഫാക്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ കൊടുക്കുന്ന കാശിന് മുതലാണെന്ന് തന്നെ പറയാം. അതായത് 1x-ഉം 2x-ലേക്കും നമ്മൾ സൂം ചെയ്തെടുത്ത കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാം. ഡ്യുവൽ ഫ്രണ്ട് ക്യാമറയാണ് കാണുന്നത്. ഒരെണ്ണം 32 MB 8 MB. ഈ ഒരു പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്യാമറ സ്പെക്ക് തന്നെയാണ് വിവോ V90 ഇറക്കിയിരിക്കുന്നത്. വീഡിയോ മോഡിലേക്ക് വരുന്ന സമയത്തും ഇവിടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയേണ്ടത് 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എങ്കിലും സ്റ്റെബിലൈസേഷൻ ഉള്ളത് നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് മാറ്റും. ഒരുപക്ഷെ വ്ളോഗിങ്ങിന് ഇത് നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നോ എന്നേ പറയുള്ളൂ. എങ്കിലും ഒരു ഹൈ എൻഡ് ഫോൺ വാങ്ങിച്ച് വ്ളോഗ് ചെയ്യാൻ സാധിക്കാത്ത ചില സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ വ്ളോഗിങ് പറ്റും. കാരണം സ്റ്റെബിലൈസേഷൻ മോഡുള്ളത് നമുക്ക് എപ്പോഴും വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് പറയാൻ സാധിക്കും. അതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുകയാണ്. 1-2 ഫോട്ടോസ് ഞാൻ എടുക്കേണ്ടായി. ഞങ്ങളുടെ പാത്തുവിൻ്റെ ചില ഫോട്ടോസൊക്കെ എടുക്കേണ്ടായി. ഞാനിപ്പോൾ ഈ കാണുന്ന ഈ ലൈറ്റിൽ ടങ്സ്റ്റൺ ലൈറ്റുകളാണ് കാണുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ടങ്സ്റ്റൺ ലൈറ്റിൻ്റെ താഴെയാണ്. ആ ടങ്സ്റ്റൺ ലൈറ്റിൻ്റെ നിന്നെടുക്കുന്ന ചില ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. കൊള്ളാം, അതിലൊന്നും ഒരു യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. AR സ്റ്റിക്കേഴ്സ് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും വിവോ V90 ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ കൊള്ളാവുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. 32 MB 8 MB അങ്ങനെ 2 ക്യാമറകളാണ് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്നത്. വീഡിയോ മോഡ് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഈ സ്റ്റെബിലൈസേഷൻ ഉള്ളത് ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. Qualcomm Snapdragon 712 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. 2 വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8GB 128GB അതേപോലെ തന്നെ 8GB 256GB ഇങ്ങനെ 2 വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് OS 10 ആണ്. അതേപോലെ ഫൺ ടച്ച് OS 10 ബേസ്ഡ് ആണ് ഇതിൻ്റെ UI ഇൻ്റർഫേസ് വരുന്നത്.
ആ UI ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ തന്നെ കുറച്ച് ഗിമ്മിക്സുകളും വിവോ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആനിമേഷൻ എഫക്ട്സിലൊക്കെ കുറച്ച് സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചാർജിങ് ചെയ്യുന്ന സമയത്തുള്ള ചില സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ യൂസറെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് ആണോ എന്ന് നോക്കുമ്പോൾ ബെനിഫിറ്റ് ഒന്നും ഇല്ല, എങ്കിലും ഒരു രസം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും UI ഇൻ്റർഫേസിനെ കുറിച്ചൊക്കെ നമുക്ക് വേറെ ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതാണ്. പോരായ്മകൾ നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഓൺ ചെയ്ത സമയത്ത് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ ഇതിലേക്ക് വരണം. അത് പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അഡ്വർടൈസ്മെൻറ്റുകൾ വരണം. പക്ഷേ അത് നമുക്ക് എപ്പോഴും ഒരു അരോചകത്വമായിട്ട് തോന്നുന്നുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതും ഒരു പോരായ്മയായിട്ട് പറയാം. കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൻ്റെ പ്രോസസ്സറിലും കാര്യങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പറയാം. 27,999 രൂപയാണ് ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 8GB 128GB വേരിയൻ്റ് ആണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പീനിയൻ ഉണ്ടാവും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പീനിയൻ എന്തെങ്കിലും വലിയ പ്രധാനപ്പെട്ട കാര്യമാണോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഒരു പക്ഷേ നമ്മുടെ പല യൂട്യൂബ് സുഹൃത്തുക്കളും ഈ ഒരു ഫോണിനെ കുറിച്ച് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പല സുഹൃത്തുക്കളും പർച്ചേസ് ചെയ്തിട്ടുണ്ടാകാം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും സഹായകരമാവുകയും ചെയ്യുമല്ലോ. എന്തായാലും നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ 100% വിശ്വാസം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.